22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Valanjeri, Pattambi, Kutanad, Koppam and Kecheri. എടയൂർ പഞ്ചായത്ത് മൂന്നാം കുഴിയിൽ വർക്ക്ഷോപ്പ് മാലിന്യം തള്ളിയതായി പരാതി. എടയൂർ പഞ്ചായത്ത് 17-ാം വാർഡിലെ മൂന്നാം കുഴി പ്രദേശത്ത് വർക്ക്ഷോപ്പ് മാലിന്യം അനധികൃതമായി തള്ളിയതായി പ്രദേശവാസികൾ പരാതി നൽകി. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. സംശയാസ്പദമായി എത്തിയ വാഹനം മാലിന്യം തള്ളുന്നതായി കണ്ട നാട്ടുകാർ ഉടൻ തന്നെ സ്ഥലത്തേക്കെത്തി പിന്തുടർന്നെങ്കിലും ഇരുട്ടും അനുകൂല സാഹചര്യങ്ങളുടെ അഭാവവും കാരണം മാലിന്യം തള്ളിയ ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. പ്രദേശവാസികളുടെ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇതേ സ്ഥലത്ത് ഇത്തരത്തിൽ വർക്ക്ഷോപ്പ് മാലിന്യം തള്ളുന്ന പ്രവണത തുടരുകയാണ്. എണ്ണ, ഗ്രീസ്, ഇരുമ്പ് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ പ്രദേശത്ത് കൂമ്പാരമായി കിടക്കുന്നത് പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഗുരുതര ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും കാരണം പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നും അവർ അറിയിച്ചു. വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് എടയൂർ പഞ്ചായത്ത് 17-ാം വാർഡില് തിണ്ടലം അത്താണി ഭാഗത്താണുള്ളത്. നമ്മൾ ഈ ബാക്കിൽ കാണുന്നത് ഒരു പൊളി മാർക്കറ്റ് അല്ല ഈ കാണുന്നത്. ഇവിടെ ഒട്ടനവധി ദിവസങ്ങളായിട്ട് ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു വണ്ടികൾ വന്ന് നിൽക്കുന്ന കാരണം, ഈ ഒരു വളക്കമ്പനിയത്തെ വണ്ടികൾ നിൽക്കുന്ന കാരണം നമുക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് ഒന്നും അറിയണില്ല. ഇപ്പൊ ഇന്ന് ഞങ്ങളെ കണ്ണിൽ ഒരു വേസ്റ്റ് കൊടുക്കുന്നത് കണ്ട് ഏതാ വണ്ടിയും കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് തൊട്ടടുത്തുള്ള CCTV പരിശോധിച്ചാൽ അതിനുള്ളത് കിട്ടും. അപ്പോൾ ബാഡ് സ്മെല്ലും അതേമാതിരി കൂടുതൽ ഈ വർക്ക്ഷോപ്പിലെ വേസ്റ്റുകളാണ് കൂടുതലുള്ളത്. അതേമാതിരി കോഴി വേസ്റ്റ് ഇതൊക്കെ കൊടുന്നിരുന്ന ആരാ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം ഞങ്ങൾ ഈ നാട്ടുകാർക്കുണ്ട്. ഒരു വർക്ക്ഷോപ്പിന്റെ വേസ്റ്റുകൾ മാസങ്ങളായിട്ട് ഇവിടെ കൊടുന്ന് തള്ളിയിട്ടുള്ള വേസ്റ്റുകളാണ് ഇവിടെ കാണുന്നത്. ഈ വേസ്റ്റ് ഇവിടെ കൊടുന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ ഇത് നാളെ എന്തെങ്കിലും ഒരു അപകടമായിട്ടുള്ള രീതിയിൽ തീ പിടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഏരിയയിലെ ഈ പ്രദേശത്ത് വസിക്കുന്നവർക്ക് വളരെ ദുർഘടമായിട്ടുള്ള രീതിയിലുള്ളൊരു അനുഭവം വരാൻ പോവാണ്. ഇതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വേസ്റ്റുകൾ നാളെ കത്തിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ വിഷപ്പുക തന്നെ പടരാൻ സാധ്യതയുണ്ട്. ഇതിന് മാത്രമല്ല, ഇതിന്റെ തൊട്ടപ്പുറത്ത് വളക്കമ്പനി നിൽക്കുന്നുണ്ട്. ഇന്നാണ് നമ്മളെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു വേസ്റ്റ് ഇവിടെ വന്ന് കൊട്ടുന്നതായിട്ട് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ വന്ന് പരിശോധിച്ചു, വളാഞ്ചേരി സ്റ്റേഷനിൽ അറിയിച്ചു, അധികാരികൾ വന്ന് പരിശോധിച്ചു. അപ്പോൾ വേസ്റ്റ് വണ്ടി നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വളക്കമ്പനിയുടെ CCTV നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ നമുക്ക് ഏത് വണ്ടിയാണ് ഇവിടെ കൊടുന്ന് തട്ടുന്നത് നമുക്ക് മനസ്സിലാവാൻ കഴിയും. അത് മാത്രമല്ല, വളക്കമ്പനിയോട് തൊട്ടടുത്തായിട്ടൊരു ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ സാമൂഹ്യ വിരുദ്ധർ താമസിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു തെളിവ് സഹിതം നമുക്ക് പിടിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ ഇന്നു മുതൽ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ഈ വളക്കമ്പനിയുമായിട്ട് ചുറ്റിപ്പറ്റി വരുന്ന കുറേ ഭവിഷ്യത്തുകൾ ഇപ്പം ഇവിടെ ഈ വളക്കമ്പനിയോട് ആസ്പാസ് ജീവിക്കുന്ന ജനങ്ങൾക്ക് 1-2 ജനങ്ങൾ ക്യാൻസർ മൂലം മരിച്ചതായിട്ട് വരെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടൊരു ജനപ്രക്ഷോഭം നാളെ മുതൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ വേസ്റ്റ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. അതിനുള്ളൊരു പ്രതിവിധി ഉണ്ടാക്കണം. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പഞ്ചായത്തിൻ്റെ ആയാലും പോലീസിൻ്റെ ആയാലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള എല്ലാ പണികളും ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ, ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നാളെ മുതൽ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിനോട് നിങ്ങളെല്ലാവരും യോജിക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ പ്രദേശത്തുകാർ അനുഭവിക്കേണ്ട ഒരു പ്രശ്നമാണ് ഈ വളക്കമ്പനി. അതുമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഈ വേസ്റ്റിൻ്റെ കാര്യം കൊണ്ട് വന്നിട്ടുള്ളത്. ഈ വേസ്റ്റ് പറഞ്ഞാൽ അത്രയും മാരകമായിട്ടുള്ള വർക്ക്ഷോപ്പ് വേസ്റ്റാണുള്ളത്. ഇതൊക്കെ എങ്ങാനും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും ഇത് തീ അണക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള വേസ്റ്റാണ് അവിടെ തട്ടിയിട്ടുള്ളത്. അത് അധികാരികൾ വന്ന് സന്ദർശിച്ചിട്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇക്ബാൽ പാലാറ, നിയാസ് PT, ബിബിൻ കേനൂക്കി, പ്രകാശ്, ഷിഹാബ്, ഫസൽ തുടങ്ങിയ പ്രദേശവാസികൾ സംസാരിച്ചു. വാർഡ് മെമ്പർ നാലകത്ത് ഷിഫാന ഫസൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
അനധികൃത മാലിന്യ നിക്ഷേപം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും CCTV സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പരിഹാര മാർഗങ്ങൾ പഞ്ചായത്ത് പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ബന്ധപ്പെട്ട വകുപ്പുകൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. വിവാഹം വരുന്നു. സ്റ്റൈൽ തീരുമാനിച്ചു. വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ. ബ്രൈഡിനായി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ, ട്രെൻഡി ലെഹങ്കകൾ, എലിഗന്റ് ഗൗണുകൾ. ട്രെൻഡുകൾ മാറാം, ഗുണമേന്മ മാറില്ല, സ്റ്റൈൽ മാറാം. ഗ്രൂമിനു വേണ്ടി ക്ലാസിക് ഷെർവാണികള്, സ്റ്റൈലിഷ് കുർത്തകള്, പ്രീമിയം എത്നിക് കളക്ഷനുകള്, വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ MX വെഡിംഗ് സെന്റർ. 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം. MX Wedding Center, Valancheri, Pattambi, Kootanad, Koppam and Kecheri.